ജോയ്, എറണാകുളം കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജൂൺ മാസം 5-ാം തീയതി 2022 ഞാൻ 2ാം പ്രാവശ്യമാണ് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. ആദ്യമായി സാക്ഷ്യം പറഞ്ഞത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കുഞ്ഞിന് അടുത്തിടെയായിട്ട് കുറേ നാളായി കഠിനമായ പനി വരുമായിരുന്നു. അവന് അങ്ങനെ ഡോക്ടറെ കാണിച്ചവൻ 2 പ്രാവശ്യം അഡ്മിറ്റ് ആവാനിടയായി. അങ്ങനെ 2ാം പ്രാവശ്യം അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിനോട്. ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ. ഞാൻ പിന്നെ അവന് ഇവിടുത്തെ ഉടമ്പടി തൈലമായ അവന് ഉള്ളിൽ കൊടുക്കുകയും നെറ്റിയിൽ പുരട്ടി കൊടുക്കുകയും അവന് വിശ്വാസപ്രമാണം ചൊല്ലി അവന് ഉപ്പ് ചോറിൽ കൊടുക്കുകയും പിന്നെ ഞാൻ ഉടമ്പടി പത്രം ഞാൻ എല്ലാവർക്കും ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും കൃപയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും കൃപാസനം പത്രം കൊടുക്കുന്നത്. അങ്ങനെ അവന് പിന്നെ ആ ഒരു കഠിനമായ പനിയും പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷനും പിന്നെ ഇതുവരെ അഡ്മിഷൻ ആവാൻ വന്നിട്ടുമില്ല അവന്. പിന്നെ രണ്ടാമതായി എൻ്റെ വൈഫിന് പീരിയഡ് സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുത്തിട്ടും പ്രയോജനമുണ്ടായില്ല. 6 മന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാവിലെ നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം ഉള്ളിൽ കൊടുത്ത് 5 മിനിറ്റിനുള്ളിൽ ബ്ലീഡിങ് നിൽക്കുകയും പിന്നെ ആ ബ്ലീഡിങ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ പിന്നെ ബ്ലീഡിങ് 5 മിനിറ്റിനുള്ളിൽ നിൽക്കുകയും പിന്നെ ആ പീരീഡ്സ് റെഗുലറായി വരികയും പിന്നെ പീരീഡ് സംബന്ധമായ ഒരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു പുതിയ വീട് മേടിച്ചു. അതിന് 10 ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു. അത് ഞങ്ങളൊരു പ്രോപ്പർട്ടി വിറ്റാൽ മാത്രമേ ആ ലോൺ തീർക്കുവാൻ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ആ ലോൺ ആ സ്ഥലം വിറ്റ് പോകില്ലെന്ന് ഞങ്ങൾ കരുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ സ്ഥലത്ത് ഞങ്ങൾ നേർച്ച വസ്തുവായ ഉപ്പ് കൊണ്ടുപോയി ഇടുകയും പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണ് കൊണ്ടുപോയിടുകയും അങ്ങനെ ഉടനടി അതിന് ആൾ വരികയും ഞങ്ങൾ വിചാരിച്ചാലും നേരത്തെ തന്നെ അത് വിറ്റ് പോവുകയും ഇരട്ടി വിലയിൽ അത് വിറ്റ് പോവുകയും ചെയ്തു. ഇതെല്ലാം ഞങ്ങൾക്ക് നടത്തി തന്നത് എൻ്റെ ഈശോ അമ്മ മാതാവെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. 1 വർഷമായിട്ട് വിൽക്കാണ്ട് കിടന്ന സ്ഥലമായിരുന്നു അത്. ഇതിനാൽ ഞങ്ങൾക്ക് ഈശോയും അമ്മ മാതാവും ഞങ്ങൾക്ക് നടത്തി തന്നു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഉടമ്പടി വയ്ക്കാത്ത ഒട്ടേറെ കാര്യങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോയും അമ്മ മാതാവും നടത്തി തന്നു. എല്ലാത്തിനും ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനോടി നന്ദി അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ട് എല്ലാവർക്കും ഞാൻ കൊടുക്കും. അത് എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത ശേഷമേ ഞാൻ അവർക്ക് കൊടുക്കുകയുള്ളൂ. പിന്നെ എന്നും ബൈബിൾ വായിക്കും. ബൈബിൾ ഞാൻ ഒരു ദിവസം മുടങ്ങിയാലും ഞാൻ അതിൻ്റെ കടം തീർത്ത് ഞാൻ പിറ്റേ ദിവസം വായിക്കും. ഞാൻ വായിക്കാണ്ടിരുന്ന എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ബൈബിൾ വായിക്കാൻ ഒരു ദിവസം വായിക്കാണ്ടിരുന്നാലും അല്ലെങ്കിൽ സമയം മാറിയാലും എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവന് കുടുംബത്തിലെ പ്രാർത്ഥന എല്ലാവരും ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അത്ര റെഗുലറായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എല്ലാ ദിവസവും ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം തിരുവചനമാണ്. തൻ്റെ കുഞ്ഞിന് ഉണ്ടായ രോഗസൗഖ്യം, അതായത് മാസത്തിൽ പല പ്രാവശ്യം ആ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ഒരവസ്ഥയായിരുന്നു. അത് ഈ മകൻ ഇവിടെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് സിസ്റ്റർ അത് എടുത്ത് പറയുന്നത്. അപ്പോഴങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ്, അതായത് കടുത്ത പനി, അതുപോലെ ചെസ്റ്റ് ഇൻഫെക്ഷൻ. അപ്പോഴിങ്ങനെ തുടരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരുന്നു. ആ ഒരു അവസ്ഥയിൽ ഇവർ പരിശുദ്ധ അമ്മയോട് അതിനു മുമ്പ് തന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, സാക്ഷ്യം പറയാമെന്ന് പറയുന്നു. അങ്ങനെ 4.5 വയസ്സുള്ള ആ മകൻ്റെ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് പരിപൂർണമായിട്ടും ആ മകന് സൗഖ്യം ലഭിച്ചു. പിന്നീട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞോ അതോ 2 മാസം? അപ്പോൾ കുറച്ച് നാളുകളായിട്ട്
ആ മകന് ഹോസ്പിറ്റലിൽ പിന്നീട് അഡ്മിറ്റ് ആക്കേണ്ട ഒരാവശ്യമേ വരുന്നില്ല, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞതിൽ പിന്നെ എന്നാണ് നാം കേട്ടത്. അതുപോലെ വൈഫിന് കിട്ടുന്ന രോഗസൗഖ്യം 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് സ്വിച്ച് ഇട്ടതുപോലെ ആ മകൾക്ക് ബ്ലീഡിങ് നിലയ്ക്കുകയാണെന്നാണ് കേട്ടത്. അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിനൊക്കെ മാസങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.